തള്ളയുടെ വായിലെ നാവ് ശരിയല്ല. എല്ലാരും അടിമയാന്ന വിചാരം. ഏത് നേരം എൻ്റെ അച്ഛനും അമ്മേനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ക്ഷമിക്കൂല ഞാൻ. ഇത് ലേഡീസ് ബാഗ് അല്ലേ? ഇതെങ്ങനെ ഇതിൽ വന്നേ? ഇല്ല, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ആ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ ഇങ്ങ് പോന്നാൽ മതി. എന്നിട്ട് ആരോട് ചോദിച്ചാലും മതി, പാപ്പാടി പ്രകാശന്റെ വീട് ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും കാണിച്ചു തരുമെന്നേ. ആ റിയൽ എസ്റ്റേറ്റ് പാപ്പാടി പ്രകാശൻ ചോദിച്ചാൽ മതി. ശരി. അല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ എടുത്തോളാം. ഓ അച്ഛൻ കച്ചവടത്തിന് പോയ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് പറഞ്ഞില്ലല്ലേ? അടിപൊളി അനുഭവല്ലേ ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാ മോളെ, ഫുള്ളി എൻജോയ്മെന്റ്സ്. നമ്മൾ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ സിറ്റിക്കകത്ത് കണ്ട സകല ഹോട്ടലിലും കയറി ഇറങ്ങി. വേണുകൂട്ടനെ ഭയങ്കര തീറ്റിയാ. എന്തായാലും വേണു വാങ്ങല്ലേ, എന്നോട് വളരെ ആർത്തിയുണ്ട്. കറക്റ്റ് കണ്ടോ നിക്കലോ. അത് കഴിഞ്ഞിട്ടോ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എവിടെയൊക്കെ ഹോട്ടലുണ്ടോ അവിടെ മുഴുവൻ കയറി. ഓ, അപ്പൊ തീറ്റയായിരുന്നു പരിപാടി മൊത്തം? അല്ല, കോഴിക്കോടുന്ന് തീറ്റി, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴി തീറ്റി അകത്തോട്ട് പോയത് മുഴുവൻ പുറത്തോട്ട് കളയുക. ഫുഡ് പോയിസൺ. അവൻ എഴുന്നേക്കാൻ വയ്യാതെ കിടപ്പാ. വയറിളക്കത്തോടെ ഇറക്കും. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് കഴിച്ചാൽ മതി. നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ, പാൽ സർബത്തൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെയാണ് കുടിച്ചത്. കേൾക്കത്തില്ല. വലിച്ചു വാരിയുള്ള ഇറച്ചിയെല്ലാം തിന്ന് എല്ലാം ഇപ്പതേ വീട്ടിൽ കളന്ന് കിടക്കും. അച്ഛൻ ഡീസന്റ് ആയിട്ട് കഴിച്ചു. അച്ഛനെ കൊണ്ട് ഡീസന്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. വിശ്വാസമില്ല. അതിന് വിശ്വാസമില്ലാത്ത മക്കളെ നിങ്ങളെ വിട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റുമോടാ? അത് ശരിയാ. നിങ്ങൾ കഴിക്കാതെ അച്ഛന് കഴിച്ചാ വിശപ്പ് മാറുവോ? പറയൂ. മാറുവോ? ഇല്ല, മാറത്തില്ല. എന്നായാലും ഉണ്ടല്ലോ, ഇനി റിയൽ എസ്റ്റേറ്റ് പരിപാടിക്ക് പോകുമ്പോൾ മക്കളെ അച്ഛൻ ഒരു ദിവസം കൊണ്ടുപോകാം. അമ്മ കടിച്ചു പൊളിക്കാം. അമ്മയെ കൂട്ടണ്ട. അച്ഛമ്മ ചിലപ്പോ ആവശ്യം വരും, ചിലപ്പോ വണ്ടി കൂലി കൊടുക്കാൻ ആളെ കിട്ടി. അതല്ല, നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാന്നേ. എന്തേ? ഈ മാ ഫുള്ള് ഫംഗസ് ഇത് നോക്കിയടാ. എന്താ ഇത് നോക്കടാ. ഞാൻ ഇവിടെ ഫംഗസ് നോക്കി നിൽക്കുന്ന ഈ മാവ് മൊത്തം പോയ കണ്ടാ. സഞ്ജു, ഇത് ലേഡീസ് ബാഗാണ്. അന്ന് അമ്മ എടുത്തോ, നല്ല രസം ഉണ്ടാ, കൊള്ളാം. ഇവിടെ നിന്റെ അച്ഛന്റെ ബാഗിന്ന് ഒരു ലേഡീസ് ബാഗ് കിട്ടിയെന്ന് എന്റെതല്ല മോനെ. യു മീൻ സ്ത്രീകൾ? അച്ഛന്റെ ബാഗിന്നാ? ഇത് അച്ഛന്റെ ബാഗിൽ എങ്ങനെ വന്ന്? അമ്മോ, അമ്മ, ഈ ബാഗിന്റെ ഓണറുടെ പേര് എന്തോ ലവ്ലി എന്നാണ്. ലവ്ലി. ഇതേ കാടൊക്കെ ഉണ്ട്. അമ്മ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നു? ലൗലി വേണോ ഞാൻ വേണോന്ന് ഞാൻ ഇന്ന് തീരുമാനിക്കുന്നുണ്ട്. ചാടിത്തുള്ളി പോന്നു എന്നെ അവിടെ വാങ്ങി നോക്കി ഇരിപ്പുണ്ട്. അമ്മ ഇത് സമാധാനപ്പെട്ടെ. എല്ലാം അവിടെ വാങ്ങി നോക്കി നിൽപ്പുണ്ട്. ഇത് പുറത്ത് പറയാൻ പറ്റുന്ന വല്ല കാര്യങ്ങളാണോ? നാട്ടിൽ അറിഞ്ഞ എന്തോ പറയും. നാണം കെട്ട ഏർപ്പാടല്ലേ. എന്നാലും അച്ഛൻ ഈ പ്രായത്തിൽ പണി. ചിരിച്ചുകൂടെ ചിരിക്കുന്ന നോക്ക്. എന്റെ സ്പ്രേ കഴിച്ചോണ്ട് ഇവ പോക്ക് രാവിലെ വൈകുന്നേരം. എന്നാലും അമ്മക്ക് ഗതി ഒന്നുമില്ല അമ്മ. എന്നാലും കൊള്ളാം കേട്ടാ ഈ പ്രായത്തില്. എന്റെ അമ്മയുടെ ലൈഫ് ബ്രോയിലറായി. നാണവും മാനവും ഇല്ലല്ലോ ഇയാൾക്ക്. ഇത്രയും പ്രായമായിട്ട് 4 മക്കളുമായി അധികം വേഷം കെട്ട് കളിക്കാൻ തന്നെ കഴിഞ്ഞാലേ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അത്ര തന്നെ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൊള്ളാല്ലേ അച്ഛാ? കിട്ടില്ല ബിസിനസ് അല്ലേ, കോടികളല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം. ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞൊന്ന് മെച്ചൂർഡൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. പുഷ്പേ, കുട്ടികൾക്ക് കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കൂ. പഞ്ചസാരയില്ല. പഞ്ചസാര ഇന്നലെ മേടിച്ചോണ്ട് തന്നതല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് ചോദിക്കാം? പറയാ, വാ വാ ഇങ്ങോട്ട് വാ. അയ്യോ, അച്ഛൻ കഥ പറഞ്ഞില്ല. നിന്റെ അച്ഛന്റെ കഥ ഞാൻ ഇത് തീർക്കുന്നുണ്ട്. വിടടി, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാല്ലേ, വന്നത്തെ റൂം വരെ വരാൻ നിങ്ങൾക്ക് സമയമില്ലേ? ഇങ്ങോട്ട് വാ മനുഷ്യ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറി, ഇങ്ങോട്ട് കേറി. എന്തുവാടി ഇത്? നിങ്ങൾക്ക് കുറച്ച് ഉളുപ്പുണ്ടോ? ഈ പേഴ്സ് ആരതാ? ഇതെന്റെ ബാഗിനകത്തിരുന്നല്ലേ.
സമ്മതിച്ചു അപ്പൊ ആ. എന്നാ പറ ആരാ ലൗലി ആരാ? ആ ഏ ആ കള്ളം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. എടി എനിക്ക് അറിയത്തില്ലടി. പിന്നെ നിങ്ങളുടെ ബാഗിൽ എങ്ങനെ ഈ പേഴ്സ് തന്നെ കൈയും കാലം വെച്ച് കയറി വന്നാ? എടി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ അത് പറ, ഞാൻ ഒഴിവായി തരാം. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ മിണ്ടാതെ കേട്ടോളാം. പറ എന്നാ പിന്നെ. ഞാൻ ഇങ്ങോട്ട് ബസ്സിൽ വരുമ്പോൾ എൻ്റെ സൈഡ് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയപ്പം ഈ പേഴ്സ് അവിടെ അവർ വെച്ച് മറന്നുപോയി. ഞാനൊരു പരോപകാരമല്ലെന്ന് കരുതി അതെടുത്ത് എൻ്റെ ബാഗിനകത്ത് വെച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ലൗലി ഒരു നമ്പറുണ്ട്. ഞാൻ കുത്തിയിരുന്ന് അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പേഴ്സ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ വീട് ഇന്നിടത്താണ്, ഇങ്ങോട്ട് വരാമെങ്കിൽ ഞാൻ പേഴ്സ് തരാമെന്ന് പറഞ്ഞ് ഇവിടം വരെ വന്നു. നീ ഇത് എന്തിനാ എടുത്തു വെച്ചോണ്ടിരിക്കുന്നത്? സത്യമല്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അല്ല നിങ്ങൾ അങ്ങനെ ചെയ്യൂലെന്ന് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും ഇത് അറിഞ്ഞിട്ടാണ് നീ എന്നെ ചവിട്ടി കൂട്ടി ഇട്ടത് ഇവിടെ? അതെന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്തോന്ന് ആരോഗ്യമാടി നിനക്ക്? വലിച്ചെന്നെ ചവിട്ടി കൂട്ടി കളഞ്ഞില്ല നീ. ജ്യൂസ് എടുക്കട്ടെ? നീ അല്ലേ പറഞ്ഞ പഞ്ചസാര ഇല്ല? അത് ഞാൻ ആ ദേഷ്യത്തിൽ വെറുതെ പറഞ്ഞതാ. എടുക്കാം, എടുക്കട്ടെ? വാ എന്നാ വാ. വാ. എന്തുവായിരുന്നു അച്ഛ അമ്മയായിട്ടുള്ള പ്രശ്നം? ഒരു ചെറിയ സൗന്ദര്യ പിണക്കം. എന്നിട്ട് സൗന്ദര്യപ്പണക്കം മാറിയാ? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സോപ്പിട്ട് എടുത്തു അല്ലേ? ഈ അച്ഛമ്മ എവിടെ പോയി കിടക്കാം? ഒരുങ്ങിയൊക്കെ വരട്ടെന്നേ, നമുക്ക് ക്ഷമിക്കാം. അച്ഛാ ഞാൻ റെഡി. നീ എന്തിനു റെഡി? അതിന് നീ എന്തിനാ വരുന്നത്? ഇവിടെ വീട്ടിലാരുമില്ല, നീ കാവലിരുന്നാ മതി. ഞാൻ ഇവിടുത്തെ പട്ടിയാ. എടാ പട്ടികൾ വരെ നിനക്കെതിരെ കേസ് കൊടുക്കൂലേ? അവർക്ക് നാണക്കേടാ നീ ആയിട്ട് കമ്പയർ ചെയ്ത. മിണ്ടാതിരിക്കുന്നേ, അവൻ വരും. എന്നാ ഒരു പണി കേട്ടോ, അല്ല ഡിക്കിയിലെങ്ങാനും കയറി ഇരുന്നോട്ടെ. എടാ നീ എന്റെ ലിപ് ബാം ഇട്ടുണ്ടാ? ഇല്ലോ. പോവാലോ? ഉണ്ടറാ. ദൈവമേ എന്റെ മാല. നാണമില്ലടാ പെണ്ണുങ്ങളെ പോലെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിറങ്ങാൻ. ലിപ്സ്റ്റിക് ഒന്നും അവന്റെ ചുണ്ട് അല്ലെങ്കിൽ നോർമലി നല്ല കളറാ. ഓ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ. അച്ഛമ്മേ എവിടേക്ക് പോണ്? കല്യാണത്തിനൊന്നല്ല പോണേ നമ്മള്. കല്യാണത്തിന് പോകുമ്പോ മാത്രം ഒരുങ്ങാവുള്ളൂ. അച്ഛമ്മേ സത്യം പറയാലോ, ഇപ്പൊ അച്ഛന്റെ അനിയത്തിയാണെന്ന് തോന്നുന്നു. എന്തൊരു ഭംഗിയാണോ? പിന്നെ ചെക്കന്മാര് പിന്നാലെ നടക്കും. അങ്ങനെ ചില സുന്ദരി പെണ്ണുങ്ങളെ കണ്ട ചെറുക്കന്മാരൊക്കെ നോക്കും. എന്താ പൂതി വയസ്സാകാലത്ത്? നിനക്കെന്നാടി എന്നെ വയസ്സിന്ന് വിളിക്കുന്ന? പ്രകാശൻ സാർ ആരാ? ഞാനാ. സാർ നമ്മളൊരു ബാഗ് വെച്ചിട്ട് മറന്നുപോയി. പുഷ്പേ ആ ബാഗിന്റെ ആളാ, അതിങ്ങെടുത്തു. നിങ്ങൾ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോ സൂക്ഷിക്കണ്ടേ? ഞാൻ നോക്കുമ്പോ സീറ്റിൽ കിടക്കുകയായിരുന്നു. ഇപ്പൊ നമ്മളായോണ്ട് എടുത്ത് തിരിച്ചു തരുന്നു. അറിയാതെ വെച്ച് മറന്നുപോയതാണ്. വല്ല വിലപിടിപ്പുള്ള സംഭവമൊക്കെ മനസ്സിലായി. എല്ലാരും ഇതുപോലെ തിരിച്ചു തന്നൊന്നും വരില്ല. കൊണ്ടുവാ. നീ തന്നെ കൊടുത്തു. ശരി, ഒന്ന് നോക്കിക്കോളൂ. അതിനകത്തുള്ളതൊക്കെ അതിനകത്തുണ്ടോ നോക്കൂ. ഓക്കെ അല്ലേ? ഇതിലൊരു 6450 രൂപ ഉണ്ടായിരുന്നല്ലോ, ഇത് കാണുന്നില്ല. ഞങ്ങളാരും എടുത്തിട്ടൊന്നുമില്ല സുഹൃത്തെ. ഞങ്ങൾക്ക് എന്തിനാ നിങ്ങളുടെ പൈസ? ഞങ്ങൾ ഈ ക്യാഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ഇവിടെ വന്നത്. മനസ്സിലായോ? ഞാനൊരു കാര്യം നിങ്ങൾ തമ്മിൽ ഇപ്പൊ കണ്ണ് കാണിക്കുന്നത് ഞങ്ങൾ കണ്ടതാണല്ലോ. ഞങ്ങൾ കണ്ണ് കാണിച്ച അതൊന്നും അല്ല. ആരെങ്കിലും അബദ്ധത്തിൽ എടുത്തോന്ന് അറിയാൻ ചോദിച്ചതാണ്. ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ പൈസയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, ആരെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ വിളിച്ചു വരുത്തോടെ. ഞങ്ങൾ വെറുതെ വന്ന പൈസ എടുക്കാൻ വേണ്ടിട്ട്. എന്റെ സുഹൃത്തെ, നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചു നോക്ക്. ഞങ്ങൾ പൈസ മുട്ടിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുവോ? ചേട്ടാ ഇയാളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇയാളെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് മര്യാദയ്ക്ക് പൈസ വാങ്ങിക്കാൻ നോക്ക്. പോലീസിനെ വിളിച്ചാലേ തീരുള്ളൂ. മക്കളെ, ഈ വീട്ടിൽ ഇതുവരെ പോലീസുകാരൊന്നും കേറിയിട്ടില്ല. നീ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കടാ. ഞാൻ എങ്ങനെ സോൾവ് ആക്കാനാ? ഇവര് ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇങ്ങോട്ട് വന്നേ, ഞാൻ നിനക്ക് പൈസ തരാം. ഉറപ്പാണോ? ഉറപ്പാ.
അതെ, നിങ്ങൾ പോലീസിനെ ഒന്നും വിളിക്കണ്ട. എത്ര പൈസ നിങ്ങൾക്ക് തന്നേക്കാം. കണ്ടോ? സത്യം പറയടാ പ്രകാശ, നീ പൈസ എടുത്തോടാ. അമ്മ പ്രകാശേട്ടൻ അങ്ങനത്തെ വൃത്തിയോടൊന്നും ചെയ്യില്ല അമ്മ. അവനെ എനിക്കറിയാം. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. അവരെന്താ ഇവിടെ? നീ അറിയോ അവരെ? പിന്നെ കൊള്ളാം, യൂട്യൂബിലെ വൈറൽ താരങ്ങളല്ലേ. യൂട്യൂബിൽ വൈറലാ? പിന്നെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കല അവരെ മെയിൻ ഹോബി. ഞാൻ കണ്ടിട്ടുണ്ട് അവരെ. ഈ തട്ടിപ്പ് കേസിൽ അവരെ പോലീസൊക്കെ പിടിച്ചതാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവളെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടെന്ന്. അമ്മേ, അമ്മയ്ക്ക് വിശ്വാസമില്ല എന്നെ. വണ്ടി എടുക്കട്ടെ, വേഗം പിടിക്കാം. നീ എന്താ ഇവിടെ വെക്കുന്നേ? നീ പോന്നില്ലേ? ഇത് അമ്മയ്ക്ക് കൈയോടെ മോഹിനി ചേച്ചി തരാൻ പറഞ്ഞു വന്നതാ. എന്നാ നീ പൊക്കോ. ഇല്ല, മോഹിനി ചേച്ചി ഇതിന്റെ മറുപടി കൈയോടെ മേടിച്ചോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഞങ്ങള് അവളോട് പറഞ്ഞോളാം. നീ പൊക്കോ. എന്നാ ശരി. ഒരു മോളെ ഇതൊന്ന് വായിച്ചേ. ഇത് കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറഞ്ഞ് സരസ്വതി പുരുഷോത്തമൻ ഞങ്ങളുടെ പറമ്പീന്ന് കുറച്ച് കാന്താരി മുളക് പറിച്ചു കൊണ്ടുപോയിരുന്നു. അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് മോഹിനി. എന്തെന്നാ അമ്മ ഇതല്ലോ, കഷ്ടം. എന്നാ പിടിക്ക്. എത്ര വട്ടം പറഞ്ഞ തേങ്ങ അവിടെ എത്തുമ്പോഴത്തേക്ക് അവർ പോയി കളയോച്ചാ. ആട്ട വണ്ടി അല്ലടി, കാണിച്ചു തരാടി. എന്നിട്ട് എന്തായി മക്കളെ? അച്ഛൻ പിന്നെ പുറകെ ഒറ്റ പറപ്പിക്കലല്ലായിരുന്ന. എന്റെ അച്ഛമ്മേ, നമ്മുടെ വണ്ടി കണ്ടതും ഇവരൊക്കെ സ്പീഡ് കൂട്ടിയെന്നേ. പിന്നെ ഞങ്ങൾ ചേസിങ് ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഇട്ട് ബഹളായി. അവിടെ ചെന്നിട്ട് ഈ മുണ്ടും മടയെ കുത്തി അച്ഛനൊരു ഒറ്റ ഇറക്കം ഇറങ്ങി. അല്ല അപ്പൊ ഫൈറ്റ് പുലിമുരുകന്റെ ലാലേട്ടന്റെ പോലെയായിരുന്നു, നല്ല ചവിട്ടും എടാ സഞ്ജു, എനിക്ക് അവളെ ഉടുപ്പിന്റെ വള്ളി കണ്ട് പിടിച്ച് പൊട്ടിച്ചൂടായിരുന്നടാ. അവളുടെ ഉടുപ്പ് ഞാൻ പിടിച്ചില്ല, പക്ഷെ ഇവളെ പിടിച്ച് പഠിച്ചു പഠിച്ചു. അവളൊരു കോലം കെട്ടി വരുത്ത്. രണ്ട് വള്ളിയും പിടിച്ചു വെച്ചമ്മ. കൃഷ്ണ, നീ ശരിക്കും കൊടുത്തടി. പിന്നെ അല്ല, ശരിക്കും നമ്മൾ കൊടുത്ത്. അതിനിടക്കെ ഏതോ ഒരു പാവം കള്ളുവിടെ വന്ന കറി അവനിട്ട് അച്ഛൻ പൊട്ടിച്ച്. ഇത് പൊട്ടിച്ചില്ലേടാ നീ? ഇത് പൊട്ടിച്ചില്ലേ നീ? ഇവളെ കൊണ്ട് വെക്കല്ലേ നീ എന്നെ കൂട്ടണം. ഇത് ഈ വളം കിട്ടൂല. അവളെ പൊട്ടിച്ചവന് ഇത് എന്തിനാ താഴെയിട്ടത്? നിനക്കൊന്ന് വാരിക്കളഞ്ഞാലെന്താ? മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അച്ചാച്ചന്റെ പേരങ്ങ് നിലനിർത്തിയല്ലേ? പാപ്പാടി എന്ന് പറയുന്ന വീടിനെ കുറിച്ച് നാട്ടുകാർക്ക് ഒരു ബഹുമാനം വന്നിട്ട് ആ ഗേറ്റ് അടക്കാൻ നാട്ടുകാരെ കുറച്ച് പേടിക്കൂനി. ഇത് വെച്ച് അവളെ എനിക്കൊന്നും ഉണ്ടാക്കി തരത്തില്ലെന്ന് അമ്പടി. ഞാനേ ഈ തേങ്ങ വെച്ച് നല്ല കാന്താരിമുളകും കൂട്ടി നല്ല ഒന്നാന്തരം ഒരു ചമ്മന്തി ഉണ്ടാക്കും. ഒരു ശകലം പോലും ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. അയൽപക്കക്കാരെ ശാപം മേടിച്ച മുതലാ, അതുകൊണ്ടാ ചീഞ്ഞു പോയത്. ചമ്മിപ്പോയല്ലമ്മേ. ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞു? റോഡ് കനാൽ ചെയ്യണം. എന്നാ പിന്നെ അത് കൈയോടെ ചെയ്തുകൂടായിരുന്നോ? എനിക്ക് തോന്നി ചെയ്തു തരാൻ വേണ്ടിട്ട്. ഇതാ ഞാൻ നിങ്ങളോട് ഒന്നും പറയാത്തെ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നിങ്ങൾ അച്ഛനെ പറയും. കഴുതേ, നാളെ ചെല്ലാൻ പറഞ്ഞു, നാളെ ചെയ്തു തരും. അയ്യോ പ്രാണം പോണേ. പൈസ ഉണ്ടാ ചെയ്യാൻ? നീ തരുവോ ചെയ്യാൻ? എനിക്കറിയാം പൈസ ഇല്ലാത്തോണ്ട് നിങ്ങൾ ഇത് ചെയ്യാണ്ട് വന്നേ. പല്ലുവേദനക്കാരും കഷ്ടമാണല്ലോ നിന്റെ വായിൽ നിന്ന് വരുന്നത്. അയ്യോ, ഇതിലും ഭേദം പല്ലില്ലാതിരിക്കുകയായിരുന്നു. നാളെ ചെയ്യാന്ന് പറഞ്ഞോ? നാളെ ചെയ്യും.
നിന്റെ പല്ലുവേന എങ്ങനെയുണ്ടോ മക്കളെ? നല്ല സുഖമുണ്ട്. പല്ലുവേന വന്നിട്ടുണ്ടോ അമ്മയ്ക്ക്? ആ, അനുഭവിക്കണം. നല്ല സുഖമാ. എടാ ദേ ഇങ്ങോട്ട് നോക്കിയോ, ഒരൊറ്റ പല്ല് കേടില്ല. അത് വെപ്പല്ലേ? ആര് പറഞ്ഞു? ഇതിന്റെ ഒറിജിനൽ പല്ല. ഹ, അതെ പല്ലുവേദന വരാതിരിക്കാനേ പല്ല് നന്നായിട്ട് തേക്കണമായിരുന്നു. ഇവൻ ചെറുപ്പത്തിലും തേക്കൂലായിരുന്നടി. അതിപ്പോഴും ഇല്ലല്ലോ അല്ലേ? കണ്ടില്ലേ വേദന എടുത്തോണ്ടോ പറഞ്ഞോളൂ. എന്റെ പല്ലിന്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട, അത് ഡോക്ടർ ശരിയാക്കി തരും. എടാ നിന്റെ ആ കേടായ പല്ലെല്ലാം പറിച്ചു കളഞ്ഞിട്ടേ സ്വർണ്ണപ്പല്ല് വെക്ക്. ആ, അത് അടിപൊളിയായിരിക്കും. അമ്മ പൈസ തരുമോ? എല്ലാ പല്ലും പറിച്ചു കളഞ്ഞ് സ്വർണ്ണാക്കാമേ. എടേ ഇവന്റെ അച്ഛനെ മൂന്ന് സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ചുള്ള ചിരി കണ്ടാലുണ്ടല്ലോ എന്ത് രസമായിരുന്നറിയോ. അമ്മ അത് ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിലുണ്ടല്ലോ കള്ളന്മാരെ അടിച്ചിട്ട് ചെന്ന് എടുത്തോണ്ട് പോയാനെ. ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ചൂടുള്ള കഞ്ഞി എടുത്തിട്ട് വരെ. എന്റെ ചെരുപ്പ്. എടാ അവള് നിന്റെ അച്ഛനെ പറ്റി പറഞ്ഞത് കേട്ടോ, എന്നിട്ട് മിണ്ടാതിരിക്കുന്നു മരങ്ങോടൻ. പല്ല് എടുത്തിട്ട് വയ്യ. ഓ അല്ലെങ്കിൽ നീ അങ്ങ് മലമറിച്ചാന്. ഇത് കൊള്ളാടാ നിന്നെ. എന്തൊരു ഭംഗിയാലേ പൂനെ കാണാൻ. സുന്ദരി മണി. സുന്ദരിയാ? നിന്റെ പേരേ അപ്പുണ്ണീന്ന് മാറ്റിയിട്ട് ചിന്താമണിന്നോ രാധാമണിന്നോ ആക്കണം. എന്നാലേ ഇനി മുതൽ ചേച്ചീന്റെ പേര് കൃഷ്ണന് വേണ്ട, ഗോപാല കൃഷ്ണ എന്നാക്കാം. ഒരു മീശ കൂടി മരിച്ചാ മതി. എന്നാലും സ്വഭാവം ആൺകുട്ടികളെ പോലെ തന്നെയാണല്ലോ. കിളിക്കുന്നത് നോക്കടാ. സഞ്ജുട്ടാ നോക്ക്. എന്താടാ എന്റെ ഒരു എർത്താൻ പ്ലാൻ എന്ന് പറഞ്ഞ ബുക്ക് കാണുന്നില്ല. അത് ഇവിടെയാണോ ഇരിക്കണേ? അത് ഇവിടെ ഇരുന്നൂടാ. നീ അല്ല എല്ലാം കൂടി നിങ്ങൾ നനങ്ങുന്നല്ലേ എപ്പോഴും. എടാ നിന്റെ ബുക്ക് നോക്കണമെങ്കിൽ നിന്റെ റൂമിൽ പോയി നോക്കണം. എന്തോന്ന് എന്റെ റൂം നിന്റെ റൂം എന്നൊക്കെയാ? ഇത് എന്റെ റൂം തന്നെ കേട്ടാ. എന്റെ റൂം എന്നാ? ഇത് ഞങ്ങളുടെ റൂമാ. എന്റെ ഔരാദ്യം കൊണ്ട് മാത്രം നീ എല്ലാം ഇവിടെ കണ്ടു. അതെ അതെ, ഔരാദ്യല്ല ഔദാര്യം. എന്നെ കൂടുതൽ പഠിപ്പിക്കാണെന്ന് വരണ്ട കേട്ടോടി. ആരും എന്ത് ഇറങ്ങി പോണം. നാളെയല്ലോ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ. നീ ഇറങ്ങി പോടാ. പോടിയും. ഒരു കാര്യം നോക്കട്ടെ, ചേട്ടന്റെ ബുക്കിന്റെ പേര് പ്ലാന്റ് ആൻഡ് ട്രീ അല്ലേ? കണ്ട അവൻ അഹങ്കാരം കണ്ട. അവൻ എന്താ പറഞ്ഞിട്ട് പോയി ഔരാദ്യൊന്ന് ശരിയായി കൊടുക്കാടി. എന്താണ് എന്നെ കാണാൻ ഭംഗിയില്ല. സുന്ദരിയല്ലേ? എന്തൊരു അഹങ്കാരം, ഒരു ബുക്ക് കാണാതെ. അത് ശരിയാക്കി കൊടുക്കാം നമുക്ക്. വൃത്തിയുടെ ചെക്കൻ. ഇവന്റെ സ്വഭാവം തന്നെയാണ് അവന്റെ. ഹലോ 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 ഹലോ. ഇല്ലേ, വെറുതെ പറഞ്ഞ. പ്രകാശി വല്ലതും ചവയ്ക്കാൻ പറ്റണ്ടോ? ഈ സൈഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാടാ പോയി. ആ പല്ല് പോയ വലിയ പാടാ. കേട്ടിട്ടില്ലേ പല്ല് ഒഴിഞ്ഞ സിംഹമെന്ന്? നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പൊതുവേ പറഞ്ഞാണ്. എന്റെ വേണുകുട്ടാ, എനിക്കൊരു തോന്നല്. എന്നാ? ഈ കേടായ പല്ലുണ്ടല്ലോ, ഇത് പറിച്ചു കളഞ്ഞിട്ടൊരു സ്വർണത്തിന്റെ പല്ല് വെച്ചാലോ? വെക്കണം, അത് അന്തസ്സാണ്. ആ പല്ല് വെച്ച് പ്രകാശി ചിരിച്ചാണ്ടല്ലോ, അതൊരു 1.5 അന്തസ്സാണ്. അയ്യോ, പല്ല് വെച്ചിട്ട് ചിരിച്ചാൽ മതി. പിന്നെ പല്ല് കെട്ടുമ്പോഴേ ആ ഫ്രണ്ടിലൊരു മൊയൽ പല്ല് കാണുന്നില്ല, 2 അതോടെ ഒന്ന് കെട്ടിക്കോ. അയ്യോ, സ്വർണം വെച്ചും ഓക്കെ. പിന്നെ എന്റെ അച്ഛനെ 3 സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നു. അതിന്റെ അന്തസ് ഇപ്പോഴും പുള്ളിക്കൊണ്ട്. മരിച്ചു കഴിഞ്ഞിട്ടും അതല്ല പറഞ്ഞത്, ഇപ്പോഴും ഉണ്ടല്ലോ നിങ്ങൾ റോഡ് നടന്നു പോകുമ്പോ ഉണ്ടല്ലോ ആൾക്കാർ പറഞ്ഞെന്നറിയോ, സ്വർണ്ണപ്പല്ലിന്റെ മോൻ പോണു, സ്വർണ്ണപ്പല്ലിന്റെ മോൻ പോണെന്നാണ്. പിന്നെ നിങ്ങളുടെ പേരെ ആരും മെൻഷൻ ചെയ്യാറില്ല. ആ ഞാൻ കേൾക്കുന്നല്ലേ. പല്ല് വെക്കണം, ഉറപ്പായിട്ടും വെക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു പല്ലെങ്കിലും വെക്കണം. ഒരു പല്ലേ ഉള്ളൂ കേട്, അത് മാറ്റിട്ട് ഒരെണ്ണം വെക്കാൻ പുതിയത് മതി. എന്നാലും പ്രകാശി, എനിക്കതല്ല സംശയം, നിങ്ങളുടെ അച്ഛന്റെ ഈ 3 പല്ല് സ്വർണ്ണപ്പല്ല് എവിടെ പോയി? അതും മരിച്ചപ്പോ ദഹിപ്പിച്ചപ്പോ അങ്ങ് പോയി കാണും. എന്നതാ ഈ പറയണത്? ദഹിപ്പിക്കാൻ നേരത്തെ ദേഹത്തിന് സ്വർണ്ണം കൂരി മാറ്റിയിട്ടല്ലേ കർമ്മം ചെയ്യുള്ളൂ. ആണോ? പിന്നല്ലാതെ. അപ്പൊ അതെവിടെ പോയി? അതാണ്. ഇനി അമ്മ എങ്ങാനും എടുത്ത് വെച്ചിട്ടുണ്ടാവോ? നിങ്ങളുടെ അമ്മ പറയാൻ പറ്റിയല്ല, അതൊന്നും ആലോചിക്കേണ്ട വിഷയമാണ്. അന്ന് അമ്മ ഉണ്ടായിരുന്നു, നമ്മുടെ പെങ്ങളും ഉണ്ടായിരുന്നു. ആണോ? വന്നേ നമുക്ക് മാറി സംസാരിക്കാം. വാ വാ.
തിന്നാനൊന്നും ആയില്ല. ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. ഞങ്ങള് തിന്നാമെന്നൊന്നുമല്ല. അല്ല, എന്റെ മക്കൾ അടുക്കളയിൽ വരുന്നത് ഭക്ഷണം കഴിക്കാനല്ലേ. അമ്മ സോറി പറയണം മക്കളോട്? വേണ്ട അല്ലേ? അതെ, അമ്മേന്റെ മൂത്ത മോന്റെ കയ്യിലിരിപ്പിനെ പറ്റി പറയാൻ വന്നതാ ഞങ്ങള്. ആര്? നീയോ? നിന്റെ കഥകൾ നീ എന്നെ കൊണ്ട് അധികം അങ്ങ് പറയിപ്പിക്കല്ലേ. അതെ, അമ്മേന്റെ മോന്റെ പേരും പറഞ്ഞ് പെമ്പിളേര് വീട്ടിൽ കയറി ഇറങ്ങുമ്പോ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. അനാവശ്യം പറയുന്ന സത്തെ. എന്റെ പൊന്നമ്മ എന്താ അനാവശ്യം? അവൻ കാണിക്കുന്നതാണ് അനാവശ്യങ്ങളൊക്കെ. അമ്മ ഞാൻ ഒരു കാര്യം പറയാം, ഈ നാട്ടിലുള്ള എല്ലാ പെൺപിള്ളേരും അവൻ വഴിതെറ്റിക്കുന്നുണ്ട്. അല്ല, അവൻ ആരെയാണ് ഫുൾ ടൈം ഫോൺ വിളിച്ചോണ്ടിരിക്കണേ? അറിയോ അമ്മയ്ക്ക്? അതവൻ അവന്റെ ഫ്രണ്ട്സിനെ ആയിരിക്കും വിളിക്കുന്നത്. എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് ഈ ജനറേഷനെ പറ്റിട്ടൊരു കുന്തം അറിയത്തില്ല. നിങ്ങൾ കണ്ടോ? ആ കണ്ടു. എന്ത് കണ്ടു? വഴിതെറ്റിക്കുന്നത്. എങ്ങനെ വഴിതെറ്റിക്കുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും അമ്മയുടെ അടുത്ത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് പോയാ മതി. എന്റെ പൊന്നമ്മ, അതൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാ. അപ്പൊ പിന്നെ എന്ത് പറയാനാ ഇങ്ങോട്ട് വന്നേ? അമ്മയ്ക്കൊരു ക്ലൂ തരണ്ടേ? അത്ര ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തോ ഉടായ്പ സാധിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇപ്പൊ ചെക്കനെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്? അല്ല അല്ല, എന്താ കണ്ടതെന്ന് വെച്ചാൽ എന്നോട് അത് തുറന്നു പറ. എന്താ കണ്ടത്? ഞാനല്ലേ അത് പരിഹരിക്കേണ്ടത് അല്ലേ? അമ്മയടുത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ? അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആ വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ ഉള്ളതെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ. എന്താ പറയടി? പറയാനില്ലേ? എന്നാ പിന്നെ പോ. എന്താ ആങ്ങളെയാന്ന് ഇനി പാര വെക്കാൻ വന്നിരിക്കുന്നു. ആസത്തുക്കള് ഉള്ള ഉടായ്പ തേച്ചും കൈമലുണ്ട് രണ്ടിരുന്നു.